ഇപ്പോൾ 3 മിനിറ്റിനുള്ളിൽ സിറ്റി കടലിൻ്റെ ഉള്ളിലാകുമല്ലോ എന്നോർത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ അവെഞ്ചേഴ്സ്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവെഞ്ചേഴ്സിനോട് നിൻ്റെയൊക്കെ കൂടെയുള്ള ഏറ്റവും പവർഫുള്ളായ ഹൾക്കിനെ ഞാൻ സിമ്പിളായി തോൽപ്പിച്ചത് നീയൊക്കെ കണ്ടില്ലേ എന്നും ഇനി ആർക്കെങ്കിലും എന്നോട് ഫൈറ്റ് ചെയ്യുവാൻ ധൈര്യമുണ്ടോ എന്ന് അറ്റൂമ അവെഞ്ചേഴ്സിനോട് ചോദിച്ചതും ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമുണ്ടടാ എന്നും പറഞ്ഞ് അവെഞ്ചേഴ്സ് അറ്റൂമയോടും അവൻ്റെ സൈന്യത്തോടും ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ അവർക്കാർക്കും അറ്റൂമയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ അറ്റൂമ വെള്ളത്തിൻ്റെ അടിയിലോ വെള്ളത്തിലോ നിൽക്കുമ്പോൾ പുള്ളിക്കാരന് ഒടുക്കത്തെ പവറായിരിക്കും. അങ്ങനെ ഇപ്പോൾ അറ്റൂമയെ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും അതുപോലെ സിറ്റിയെ കടലിൻ്റെ അടിയിലാകാതെ രക്ഷിക്കുവാൻ ഒരു വഴി ലഭിക്കാത്തതുകൊണ്ടും സങ്കടപ്പെട്ട് നിൽക്കുന്ന അവെഞ്ചേഴ്സ് പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിറ്റിയുടെ ഉള്ളിൽ കയറിയ വെള്ളമൊക്കെ പതുക്കെ പതുക്കെ സിറ്റിയിൽ നിന്നും ഇറങ്ങി തിരികെ കടലിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് കണ്ട് അറ്റൂമ ഞെട്ടിപ്പോകുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ അയൺമാൻ ഇപ്പോൾ സിറ്റിയുടെ ഉള്ളിൽ കയറിയ വെള്ളമൊക്കെ തിരിച്ച് കടലിലേക്ക് ഒഴുകി പോകണമെങ്കിൽ കടലിൻ്റെ അടിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്താണ് കടലിൻ്റെ അടിയിൽ സംഭവിക്കുന്നതെന്ന് അറിയുവാൻ അപ്പോൾ തന്നെ അയൺമാൻ കടലിൻ്റെ അടിയിൽ ചെന്ന് നോക്കിയതും എന്തോ കണ്ട് അയൺമാൻ ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കടലിൻ്റെ അടിയിൽ നമ്മുടെ ഹൾക്ക് ആ കടലിലേക്ക് താഴ്ന്നു പോയ സിറ്റിയുടെ സൈഡ് തൻ്റെ 2 കൈകൾ കൊണ്ട് പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഹൾക്ക് സിറ്റിയെ പഴയതുപോലെ ആക്കുവാൻ തന്നെ കൊണ്ട് ആവുന്ന വിധം അത്രയും വലിയ സിറ്റിയെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് കണ്ട് അയൺമാന് ഭയങ്കര സന്തോഷമാവുകയാണ്. അയൺമാൻ ഉടനെ സിറ്റിയിലേക്ക് തിരിച്ചു ചെന്ന് ക്യാപ്റ്റനോടും ബാക്കിയുള്ളവരോടും ഹൾക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞതും അത് കേട്ട് എല്ലാവർക്കും ഭയങ്കര ഞെട്ടലും സന്തോഷം വരികയാണ്. മാത്രമല്ല ഇപ്പോൾ തോറ അറ്റൂമയോട് ഞങ്ങളുടെ ഹൾക്ക് തോറ്റിട്ടില്ല എന്ന് പറഞ്ഞതും അത് കേട്ട് അറ്റൂമയ്ക്ക് ദേഷ്യം വരികയാണ്. ഇപ്പോൾ ഹൾക്ക് ഒറ്റയ്ക്ക് അത്രയും വലിയ സിറ്റിയെ പൊക്കിപ്പിടിച്ച് പഴയതുപോലെ ആക്കുവാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് അയൺമാനും തോറും ഹൾക്കിനെ സഹായിക്കുവാനായി കടലിൻ്റെ അടിയിൽ വരികയാണ്. പക്ഷേ അതിനിടയിൽ അറ്റൂമയും അവിടെ വന്ന് തോറിനെയും അയൺമാനെയും ഹൾക്കിൻ്റെ മുന്നിൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ കടലിൻ്റെ അടിയിലായതുകൊണ്ട് അറ്റൂമയ്ക്ക് മുടിഞ്ഞ പവറാണുള്ളത്. അതുകൊണ്ട് തന്നെ അറ്റൂമ സിമ്പിളായി തോറിനെയും അയൺമാനെയും വീഴ്ത്തുകയാണ്. അതൊക്കെ കണ്ട് ഹൾക്കിന് ദേഷ്യം വരുന്നു. മാത്രമല്ല ഇപ്പോൾ അറ്റൂമ അയൺമാൻ്റെ മാസ്ക് ഊരി മാറ്റി അയൺമാനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നത് കണ്ട് ഹൾക്കിന് ഭയങ്കരമായ ദേഷ്യം വരികയാണ്. ഹൾക്കിന് എത്രത്തോളം ദേഷ്യം വരുന്നോ അത്രത്തോളം പവർ പുള്ളിക്കാരന് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൾക്ക് ഇപ്പോൾ താൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സിറ്റിയുടെ അടിയിൽ നിന്നും ഒരു വലിയ പാറ പോലത്തെ എന്തോ സാധനം എടുത്ത് അറ്റൂമയ്ക്ക് നേരെ എറിഞ്ഞ് അറ്റൂമയെ വീഴ്ത്തുകയാണ്. എന്നിട്ട് ഭയങ്കര പവറിൽ ആ സിറ്റിയുടെ താഴ്ന്നു പോയ സൈഡിനെ പഴയതുപോലെ ആക്കുന്നു. അപ്പോൾ തന്നെ ആ സിറ്റിയുടെ ഉള്ളിൽ കയറിയ വെള്ളമെല്ലാം കടലിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് വേഗം ഹൾക്ക് അയൺമാൻ്റെയും തോറിൻ്റെ അടുത്ത് വന്ന് അയൺമാനെയും തോറിനെയും സിറ്റിയിലേക്ക് വലിച്ചെറിയുകയാണ്. ഇപ്പോൾ കടലിൻ്റെ അകത്തു നിന്നും പുറത്ത് വന്നതുകൊണ്ട് അയൺമാൻ രക്ഷപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ കടലിൻ്റെ അടിയിൽ നമ്മുടെ ഹൾക്ക് ഒറ്റയ്ക്ക് അറ്റൂമയോട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹൾക്ക് വീണ്ടും തോൽക്കുമോ എന്ന് ബാക്കിയുള്ളവർ ആലോചിച്ച് നിൽക്കെ പെട്ടെന്ന് അവരുടെ മുന്നിൽ അറ്റൂമ പറന്നു വന്ന് വീഴുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൾക്ക് അറ്റൂമയെ കടലിൻ്റെ അടിയിൽ വെച്ച് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. എന്നിട്ട് ഹൾക്ക് അറ്റൂമയെ സിറ്റിയിലേക്ക് അടിച്ചു പറത്തിയതാണ്. അങ്ങനെ ഇപ്പോൾ ഹൾക്കിൻ്റെ കയ്യിൽ നിന്നും അടിയും കിട്ടി വയ്യാതെ നിൽക്കുന്ന അറ്റൂമ താൻ തോറ്റിട്ടില്ല എന്നും താൻ ഈ സിറ്റിയെ മുഴുവൻ നശിപ്പിക്കുമെന്ന് അവെഞ്ചേഴ്സിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ അവിടെ നമ്മുടെ ഹൾക്ക് ചാടി വന്ന് അറ്റൂമയെ അറ്റാക്ക് ചെയ്ത് അറ്റൂമയെ ബോധം കെടുത്തുകയാണ്. അത് കണ്ട് അവെഞ്ചേഴ്സിന് സന്തോഷമാകുന്നു. പക്ഷേ ഇപ്പോൾ ഹൾക്ക് ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നത് കണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം ചെറിയൊരു പേടി വരുന്നുണ്ടെങ്കിലും ഹൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യമൊക്കെ മാറ്റി പഴയതുപോലെ ആകുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അവെഞ്ചേഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ ഹൾക്ക് അറ്റൂമയുടെ ശല്യം തീർക്കുകയും സിറ്റിയെ രക്ഷിച്ചിരിക്കുകയുമാണ്. അങ്ങനെ ഇപ്പോൾ കഥ ഇവിടെ അവസാനിക്കുന്നു.